സിന്ധ് ഇന്ത്യയുടെ ഭാഗമാകുമോ? രാജ്നാഥ് സിംഗ് പറഞ്ഞതൊന്നും വെറുതെ ആവാറില്ല എന്ന് നമുക്ക് ഏകദേശം അറിയാം. കാരണം രാജ്നാഥ് സിംഗ് സെപ്റ്റംബറിൽ പറഞ്ഞു, അധികം ബലം പിടിക്കുകയൊന്നും വേണ്ട, സൈനിക നടപടിയൊന്നും ഇല്ലാതെ തന്നെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ അടക്കമുള്ള ഇന്ത്യയുടെ കശ്മീർ മേഖലകൾ, പാകിസ്ഥാൻ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന മേഖലകളെല്ലാം തന്നെ സ്വതന്ത്രമാവുകയും ഇന്ത്യയോടൊപ്പം ചേരുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ആ സമയത്ത് പക്കതീര കാശ്മീരിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. അവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നു. അവിടുത്തെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്നു. സൈന്യത്തിന് നേരെ കല്ലേറുണ്ടാകുന്നു. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുകയാണ്, അതിർത്തികളൊക്കെ മാറാം. അത് സ്ഥിരമായിട്ടുള്ള കാര്യമൊന്നുമല്ല അതിർത്തികളെന്ന് പറയുന്നത്. ആ അതിർത്തികളൊക്കെ ഇല്ലാതായി പോകാനും സിന്ധ് പ്രവിശ്യ ഇന്ത്യയോടൊപ്പം ചേരാനും അധികം താമസിക്കുകയൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം നൽകുന്ന സൂചന എന്നുള്ളത്. അപ്പോൾ ഒരു അതിർത്തിയും സ്ഥിരമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് കാരണവും പലതും പറയുന്നുണ്ട്. കാരണം അവിടുത്തെ ജനങ്ങൾ വലിയ പ്രശ്നത്തിലാണ്, വലിയ പ്രതിഷേധത്തിലാണ്. ഇന്ത്യയുടെ ഭാഗമായി മാറിയിരിക്കാം ഒരു സമയത്ത് എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് ഇന്ത്യയുടെ ഭാഗമല്ല. കാരണം പക്ഷേ സിന്ധ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. നമ്മൾ പാടാറുണ്ടല്ലോ ജനഗണമനയിൽ, പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ. അപ്പോൾ അതിൽ പഞ്ചാബ് ഒരു ഭാഗം, പഞ്ചാബിൻ്റെ ചെറിയ ഭാഗം ഇന്ത്യയോടുണ്ട്. ഇപ്പോൾ ഭാഗം പ്രദേശവും പഞ്ചാബിൻ്റെ ഇന്ന് പാകിസ്ഥാൻ്റെ കയ്യിലാണ്. ഈ പറയുന്ന സിന്ധ് എന്ന് പറയുന്നത്, സിന്ധ് ആ മേഖല ആകെ തന്നെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. സിന്ധിൻ്റെ വളരെ കുറച്ചൊരു ഭാഗം മാത്രമേ ഇന്ത്യയുടെ ഒപ്പമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ കയ്യിലാണ്. ഏതാണ്ട് ഭൂരിപക്ഷം പ്രദേശവും പാകിസ്ഥാൻ്റെ കയ്യിലാണ് സിന്ധ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ഇങ്ങനെ വിഭജനത്തോട് ഒട്ടും പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു ജനവിഭാഗമാണ് സിന്ധിലുള്ളത് എന്ന് നമുക്കറിയാം. അവിടെ ഹിന്ദുക്കളുണ്ട്. ആ ഹിന്ദുക്കൾ കൊടിയ പീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശിൽ എപ്രകാരം ഹിന്ദുക്കൾ വംശഹത്യക്കിരയാവുന്നു, അതുപോലെ തന്നെയാണ് സിന്ധിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ സിന്ധിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബലൂചിസ്ഥാനിൽ ഉണ്ടാകുന്ന അതേ രീതിയിൽ, ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകണം, ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകണമെന്ന് പറയുന്നത് പോലെ ഒരു സായുധ പ്രക്ഷോഭം ഇല്ലെങ്കിൽ ഒരു പ്രവർത്തനം അവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ തുടങ്ങിയിട്ടുണ്ട്, അതതിൻ്റെ അണ്ടർ കറണ്ടുകളാണ്. അതായത് അടിയിലൂടെയുള്ള ചില ചലനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ വലിയ തോതിൽ ഈ സായുധ പോരാട്ടവും ആക്രമണവും ഒന്നും തുടങ്ങിയിട്ടില്ല, ഇല്ലെങ്കിൽ ആക്രമണം അവർ നടത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ ഈ പറയുന്ന പ്രക്ഷോഭങ്ങൾ അവിടെ ഉണ്ടാവാറുണ്ട്. അത് അസ്വസ്ഥതകൾ ഹിന്ദു സമൂഹത്തിൽ നിന്നാണ് ഉണ്ടാവാറുള്ളത് പലപ്പോഴും. പക്ഷേ 1971 ശേഷം, അതായത് ബംഗ്ലാദേശ് രൂപീകൃതമായതിനു ശേഷം ഇവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളികൾ കൂട്ടാറുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഈ പറയുന്ന സിന്ധ് മേഖലയിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലവിഭവത്തിൻ്റെയാണ്. അതായത് ജലം വീതം വയ്ക്കുന്നതിൽ വലിയ തോതിലുള്ള വിഭജനം പാകിസ്ഥാൻ കാണിക്കുന്നുണ്ട് സിന്ധിനോട് എന്നുള്ളതാണ്. സിന്ധിൻ്റെ ആവശ്യത്തിനുള്ള ജലം കൊടുക്കുന്നില്ല. അവിടെ വലിയ തോതിൽ കൃഷിയെ ആശ്രയിച്ചാണ് അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ അത്രയേറെ ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ചും ഈ പറയുന്ന സിന്ധു നദീജലത്തെ ആശ്രയിച്ചും ജീവിക്കുമ്പോഴാണ് പാകിസ്ഥാൻ ഒരു തുള്ളി വെള്ളം പോലും അവർക്ക് കൊടുക്കില്ല എന്നൊക്കെയുള്ള നിലപാടൊക്കെ എടുത്ത് നിൽക്കുന്നത്. ശരിക്കും അവരുടെ ഈ പറയുന്ന ജലത്തിൻ്റെ ബഹുഭൂരിപക്ഷവും ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഇസ്ലാമാബാദ് അടങ്ങുന്ന പഞ്ചാബ് പാകിസ്ഥാൻ്റെ മേഖലയാണ്. സിന്ധിലേക്ക് എത്തുമ്പോൾ സിന്ധു നദീ പ്രദേശം ഒക്കെ തന്നെ വലിയ ശുഷ്കിച്ച അവസ്ഥയിലാണ് എത്താറുള്ളത്. ചതുപ്പ് മൂടിയ മേഖലകളായിട്ട് പലപ്പോഴും അത് മാറിക്കിടക്കാറുമുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവിടുത്തെ ജനങ്ങൾ വലിയ തോതിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ആക്രമണത്തിലേക്ക് ഇതൊക്കെ പോവുകയൊക്കെ ചെയ്തിരുന്നു. അക്രമാസക്തമായ സമരങ്ങൾ പിന്നീട് സാധാരണഗതിയിൽ ഈ പറയുന്ന സായുധ സമരം, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എങ്ങനെയാണ് സായുധവൽക്കരിക്കപ്പെട്ടത്? ആദ്യം അവിടുത്തെ ജനങ്ങൾ സമാധാനപരമായിട്ട് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഇതെല്ലാം സർക്കാർ നിരാകരിച്ചതോടുകൂടി ഇതിൻ്റെ അക്രമാസക്തമായ സമരമായി. അക്രമാസക്തമായ സമരത്തിന് നേർക്ക് പോലീസും പട്ടാളവും വെടിയുയർത്തതോടെ തങ്ങളുടെ ഉറ്റവർ കൊല്ലപ്പെട്ടതോടുകൂടി അവിടുത്തെ ജനങ്ങൾ തിരിച്ചടിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അവർ ആയുധങ്ങൾ സംഭരിക്കും, അവർ തിരിച്ചടിക്കും. അങ്ങനെയാണ് ഇപ്പോഴുണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ശരി തന്നെ, ഈ പറയുന്ന സിന്ധിലും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ്. അക്രമാസക്തമായ സമരങ്ങളിലൂടെ അവർ മുന്നോട്ട് പോവുകയും ഹൈവേ അടക്കം ഉപരോധിക്കുകയും ചെയ്തു. ഹൈവേ ഉപരോധിക്കുകയും വലിയ തോതിലുള്ള പാരാമിലിറ്ററി ഫോഴ്സുകളുമായിട്ട് അർദ്ധസൈനിക വിഭാഗങ്ങളായിട്ടെല്ലാം തന്നെ വലിയ തോതിൽ ആക്രമണം ഉണ്ടാവുകയും പ്രത്യാക്രമണം ഉണ്ടാവുകയൊക്കെ ചെയ്തു. പിന്നീട് ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം സിന്ധു നദീജലത്തിൻ്റെ തുല്യമായ വിഭജനം ആവശ്യമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇവർ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് എന്ന് പറയുന്നത് സ്വയംഭരണാവകാശമാണ്. ഈ സിന്ധ് മേഖലയെ എപ്പോഴും അവർക്ക് കൊയ്തെടുക്കാനുള്ള പാടങ്ങൾ മാത്രമായിട്ടും അത് സൂക്ഷിക്കാനുള്ള നെല്ലറകളായിട്ട്, ഇല്ലെങ്കിൽ പത്തായങ്ങളായിട്ട് ഇസ്ലാമാബാദ് മാറുകയും ചെയ്യാറുണ്ട്. അതായത് സിന്ധിനെ ഒരു കോളനിയെ പോലെയാണ് പാകിസ്ഥാൻ പലപ്പോഴും കാണാറുള്ളത്. അങ്ങനെ അസ്വസ്ഥരായി നിൽക്കുന്ന ഒരു ജനസമൂഹമാണ്
സിന്ധിലുള്ളത് എന്ന് പറയേണ്ടി വരും. ഈ വിഭവക്കൊള്ള ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് ഈ കാർഷിക വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ കാർഷിക മേഖലയിൽ നിന്ന് വലിയ തോതിൽ വിഭവങ്ങൾ സമാഹരിക്കുകയും അവിടുത്തെ ജനങ്ങളെ പട്ടിണിക്കിടുകയും അവർക്ക് ആവശ്യമായ വികസനമോ ഇല്ലെങ്കിൽ ആവശ്യമായ സബ്സിഡിയോ ഒക്കെ തന്നെ കൊടുക്കുന്നതിലും വലിയ വിളംബരം വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പഞ്ചാബ് മേഖലയിൽ കൊടുക്കുന്ന വളത്തിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും വിത്തുകൾക്കുമൊക്കെയുള്ള സബ്സിഡി സിന്ധിൻ്റെ മേഖലയിൽ സർക്കാർ കൊടുക്കുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട് അവിടെ. അതുപോലെ തന്നെയാണ് ഈ വിഭവക്കൊള്ളയുടെ കാര്യത്തിലും. ഈ മൈനിങ്ങിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ശരി തന്നെ, അതുപോലെ തന്നെ അവിടെ നിന്ന് എടുക്കുന്ന വിഭവങ്ങളായാലും ശരി തന്നെ, ഇതെല്ലാം ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിൻ്റെ ഭാഗമായിട്ടൊക്കെ സിന്ധിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ സിന്ധ് ബലൂചിസ്ഥാൻ മേഖലകളിലേക്കെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ സിന്ധിലെ ജനങ്ങൾക്ക് അതിൻ്റെ ഗുണമൊന്നും കിട്ടുന്നില്ല. ചൈന വന്ന് കൊണ്ടുപോകുന്നു, പാകിസ്ഥാൻ അതിൻ്റെ പൈസ വാങ്ങുന്നു, അത് ഇസ്ലാമാബാദിലുള്ള കുറേ പേർ ചേർന്ന് പങ്കിട്ടെടുക്കുന്നു. സിന്ധിൻ്റെ വികസനം അപ്പോഴും മുരടിച്ച് നിൽക്കുന്നു. അവരുടെ കുട്ടികൾക്ക് കോളേജുകളില്ല, സ്കൂളുകളില്ല, അവിടെ ഈ പറയുന്ന സൗകര്യങ്ങളില്ല, അവർക്ക് റോഡുകളില്ല, ഗതാഗത സംവിധാനമില്ല, വികസനമില്ല, കയ്യിൽ പണം വരുന്നില്ല. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുള്ള സിന്ധിലെ ജനത സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. അവർ കാലങ്ങളായി പ്രതികരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇന്ന് പാകിസ്ഥാൻ അനുഭവിക്കുന്നുമുണ്ട്. ഇന്ന് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സിന്ധിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സിന്ധിൻ്റെ അതിർത്തികൾ മാറി മറിയാമെന്ന് ഒരു സൂചന നൽകുന്നത്. അതായത് സിന്ധുദേശ് റവല്യൂഷണറി ആർമി എന്ന് പറയുന്ന അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടന പറയുന്നത് ഞങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്നാണ്. സിന്ധ് ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങൾ വിശ്വസിക്കുന്നു. ഏറ്റവും പാകിസ്ഥാനിൽ നിന്നൊരു ഭാഗം അടർന്നു വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം വരിക പാക് ഒക്കുപൈഡ് കാശ്മീരും സിന്ധുമായിരിക്കുമെന്ന് പല വിദഗ്ധരും മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. ബലൂചിസ്ഥാൻ ഒരു പക്ഷേ സ്വതന്ത്രമാവുകയായിരിക്കും. ഇല്ലെങ്കിൽ തന്നെ അവർക്ക് പൂർവ്വകാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലത്ത് ഇന്ത്യയുമായിട്ട് ലയിക്കാനായിരുന്നു താല്പര്യം. ഇന്ത്യയുമായി ചേർന്ന് നിൽക്കണമെന്നാണ് ഈ പറയുന്ന ബലൂചിസ്ഥാൻ അന്ന് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഈ സ്വതന്ത്ര രാജ്യമായിരുന്ന ഈ ബലൂച്ചിനെ ഇന്ത്യയോടൊപ്പം ചേർക്കാനായിട്ട് നെഹ്റു തയ്യാറായില്ല എന്നുള്ളത് ദ്രവീഡിയൻ പാരമ്പര്യമൊക്കെ ഈ ബലൂചിസ്ഥാൻ മേഖലയ്ക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് വളരെയധികം ഐക്യപ്പെടാനുള്ള എല്ലാ സാധ്യതകളും അവർക്കുണ്ട് എന്നും പറയപ്പെടുന്നു. എന്തായാലും ശരി തന്നെ, ഇന്ന് ഇന്ത്യയുടെ ഭാഗമല്ല ഈ പ്രദേശങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ അവർ പാകിസ്ഥാനിൽ നിന്ന് അവഗണന നേരിടുന്നുമുണ്ട്. കാരണം ഇന്ത്യയോടൊപ്പം ചേർന്നുമില്ല, പാകിസ്ഥാനോടൊപ്പം ചേരേണ്ടി വന്നു, എന്നാൽ മനസ്സുകൊണ്ട് അവരോടൊപ്പവുമല്ല. അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുന്ന സിന്ധും ബലൂചിസ്ഥാനും അധികം വൈകാതെ ഇന്ത്യയോടൊപ്പം ചേരേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം എന്നൊരു സൂചന രാജ്നാഥ് സിംഗ് നൽകുന്നുണ്ട്. പക്ഷേ ബലൂചിസ്ഥാൻ്റെ കാര്യത്തിൽ അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ബലൂചിസ്ഥാൻ ഒരു പക്ഷേ സ്വതന്ത്ര രാജ്യമായിട്ട് മാറുമായിരിക്കും. എന്തായാലും സിന്ധ് അങ്ങനെയല്ല, ഇന്ത്യയോടൊപ്പം ചേരണമെന്ന ആഗ്രഹമുള്ള മേഖലകളാണ്. അപ്പോൾ സിന്ധുദേശ് റവല്യൂഷണറി ആർമിക്കൊപ്പം തന്നെ ജയ്സിന്ദ് മുത്തഹിദ മഹസ് എന്ന് പറയുന്ന മറ്റൊരു സംഘടനയുണ്ട്, JSMM. ഇവർ ഈ സായുധമായിട്ട് സിന്ധിൻ്റെ സ്വതന്ത്ര നിലനിൽപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സ്വതന്ത്ര സിന്ധ്, അതായത് സിന്ധു ദേശം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും ചെയ്യുന്നവരാണ് JSMM എന്ന് പറയുന്ന സംഘടന. അവർ ഈ പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നുമുണ്ട്. ഇനി മറ്റൊരു പ്രശ്നം ഈ സിന്ധിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ തോതിലുള്ള ന്യൂനപക്ഷ വേട്ട നടക്കുന്നുണ്ട്, ഹിന്ദു വേട്ട നടക്കുന്നുണ്ട്, ഹിന്ദുക്കളെ കൂട്ടക്കൽ ചെയ്യുന്നുണ്ട്. അതിനെ പ്രധാനമായിട്ടും നേതൃത്വം നൽകുന്നത് ഇസ്ലാമാബാദിൽ നിന്നുള്ള പാരാമിലിറ്ററി ഫോഴ്സുകളും മിലിറ്ററിയുടെ മറ്റ് സംവിധാനങ്ങളും ഒക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അസ്വസ്ഥമായി നിൽക്കുന്ന സിന്ധിന് അധികം വൈകാതെ ഇന്ത്യയോടൊപ്പം ചേരേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട് സിന്ധിലെ ഹിന്ദുക്കൾക്ക് ഇന്നും വിഭജനത്തെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. കാരണം ഇന്ത്യയോടൊപ്പം അത്രയും ചേർന്നൊരു ഇൻ്റഗ്രൽ പാർട്ടാണ്, ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് അവർ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അപ്പോൾ LK അദ്വാനി ഇതേപ്പറ്റി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൊന്നിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കശ്മീരിൻ്റെ കാര്യവും, പാക് ഒക്കുപൈഡ് കാശ്മീരിലെ ജനങ്ങൾ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് കശ്മീർ സമ്പൽ സമൃദ്ധമായ ഒരു കശ്മീറുണ്ട്, മറുഭാഗത്ത് പട്ടിണിയും പരിവട്ടവുമായി ഉയർന്ന സർവകലാശാല ഫീസ് കൊടുക്കേണ്ടി വരുന്ന യുവാക്കൾ, തൊഴിലില്ലാത്ത യുവാക്കൾ, വിദ്യാർത്ഥികൾ ഇവരെല്ലാം തന്നെ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ മറ്റൊരു ഭാഗത്ത് സബ്സിഡികളോടുകൂടി വലിയ വിദ്യാഭ്യാസ സൗകര്യങ്ങളോടുകൂടി കശ്മീരികൾ ജീവിക്കുന്നു. അപ്പോൾ എന്തിന് ഞങ്ങൾ പാകിസ്ഥാനൊപ്പം നിൽക്കണമെന്നൊരു ചോദ്യം പാക് ഒക്കുപൈഡ് കാശ്മീരിലെ ജനങ്ങൾ പാകിസ്ഥാനോട് ചോദിക്കുകയാണ്. അപ്പോൾ അധികം വൈകാതെ ഈ പ്രദേശങ്ങളെല്ലാം ഇന്ത്യയോടൊപ്പം എത്തുമെന്നും ഒരു വിശാല ഭാരതം അധികം വൈകാതെ സാക്ഷാത്കരിക്കപ്പെടുമെന്നും ഈ തീവ്രവാദി ഇസ്ലാമാബാദ് പ്രദേശമുണ്ടല്ലോ അത് അധികം വൈകാതെ തന്നെ തകർന്നു വീഴുമെന്നും നമുക്ക് കണ്ണിൽ കാണാൻ കഴിയും. പഷ്തൂനിസ്ഥാൻ അടക്കമുള്ള മേഖലകൾ
പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നതാണ്. എന്തായാലും ശരി തന്നെ, രാജ്നാഥ് സിംഗ് പറഞ്ഞ വാക്കുകൾ വെറുതെ ആവില്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് അധികം വൈകാതെ തന്നെ പ്രാവർത്തികമാവുകയും ചെയ്യും. അതിൽ സിന്ധ് ജനതയുടെ മോചനമായിരിക്കും അതിലൂടെ സാധ്യമാവുക എന്ന് നമുക്ക് വിലയിരുത്താം.